ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാത്രമല്ല ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിലുള്ള ഒക്കെയുള്ള വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് വേദനയും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത് അത്തരം അസംതൃപ്തരെ കോൺഗ്രസ് വിസ്മയം എന്ന പേരിൽ കോൺഗ്രസിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ വരുന്നത്. അല്ല, അങ്ങനെ അവർ വന്നപ്പോഴല്ലേ എടുത്തിട്ടുണ്ടാവില്ല. ഐഷാപ്പറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഐഷാപ്പറ്റി വന്നപ്പോഴല്ലേ എടുത്തത്. 53 വർഷം ഈ പാർട്ടി പാരമ്പര്യമുള്ള ഒരു നേതാവിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഇങ്ങനെ ചെയ്ത് ശരിയാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. CPM-ന്റെ നിലപാടിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വികാരം ഉണ്ടല്ലോ. കേരളത്തിലെ CPM-ന്റെ ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടി പ്രവർത്തകന്റെ വികാരം പാലിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അത് ശരിയാവുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവ സമ്പത്തും ത്യാഗപൂർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാക്കന്മാരുടെ പോലും അനുഭവം അതാണെന്നുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇത് പഴയ CPM അല്ല. ആ CPM-ന്റെ ശൈലി ആകെ മാറി. ആ മാറിയെന്ന തെളിവാണ് എല്ലായിടത്തും കാണുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. ഇതാണ് സത്യം. എന്തോ അല്ല, അതും അക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കുട്ടനാട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. എല്ലാം PRD തന്നെ തയ്യാറാക്കി കൊടുത്താണ്. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ജാക്കറ്റായിട്ട്, അതായത് ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ മോശം അനുഭവങ്ങൾ എന്ന പേരിൽ ഉണ്ടാവുകയും അതിന്റെ ഉൾപേജിൽ പിന്നെ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. പെട്ടെന്ന് നോക്കുമ്പോൾ പത്രം വായിക്കുന്നവർക്ക് കേരളത്തിൽ പവർക്കെട്ട്, കേരളത്തിലെ വെള്ളമില്ല, കേരളത്തിലെ സ്കൂളുകൾ കൂട്ടാൻ പോകുന്നു, അങ്ങനെ ഒരുപിടി വാർത്തകളാണല്ലോ. അത് പരസ്യമായിട്ട് പത്രങ്ങളിലൊക്കെ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ടും പറഞ്ഞാൽ ഇതുപോലെ സർക്കാർ പണം ദുരുപയോഗം ചെയ്ത് സ്വന്തം ഗവൺമെന്റിന്റെ തകർന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പാവപ്പെട്ടവര്, ആശാപ്രവർത്തകര്, നമ്മുടെ നാട്ടിലെ നഴ്സുമാര്, ഡോക്ടർമാര്, പാവപ്പെട്ട തൊഴിലാളികള്, അവർക്ക് കൂലി വർധന ആവശ്യപ്പെടുമ്പോൾ നോ എന്ന് പറയുന്ന സർക്കാർ കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ പരസ്യമല്ലാത്ത രൂപത്തിൽ ഇതുണ്ട്, ചില സീരിയലുകളിലുണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാം. ചില സീരിയൽ കണ്ടാലും ഇതിങ്ങനെ ഇല്ലാത്ത ഇത് കേരളമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള വിവരണങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൂർത്തിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൂർണ്ണമായിട്ടും. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവർ തന്നെ പ്രാവശ്യം മാറ്റിയല്ലോ. അവർ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടില്ല. അവർ വെറുതെ വിട്ടില്ല. വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. ഒരു രാഷ്ട്രീയ നേതാവിനോടും കാണിക്കാത്ത രീതിയിലുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും അവർക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പോലും ശക്തിയുള്ള ഓർമ്മകളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് രംഗത്ത് വന്ന്. നേരായ മാർഗത്തിലൂടെ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പൊ പരസ്യമാക്കിയിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട്. തെറ്റായ കാര്യം. സ്ഥാനാർത്ഥി നിർണയം നമ്മുടെ ഒരു ഘട്ടം പിന്നിട്ടിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു വട്ടം കഴിഞ്ഞിട്ടുണ്ട്. അവർ കുറെ സീറ്റുകളിലൊക്കെ ധാരണയായിട്ടുണ്ട്. അടുത്ത ഞങ്ങളിപ്പോൾ നാളെയും മറ്റന്നാളും ഞങ്ങൾ 2 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് വളരെ താമസം പിന്നാതെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുന്ന വികാരം കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട്. അത് ചർച്ച ചെയ്യും. അത്തരം കാര്യങ്ങൾ മുന്നണിക്കകത്താ ചർച്ച ചെയ്യും, മാധ്യമങ്ങളോടല്ലോ ചർച്ച ചെയ്യും. സീറ്റിന് വേണ്ടി ഒരു വ്യവസായി വ്യവസായി പണം മുടക്കിയതായിട്ട് അവിടെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പ്രചരണങ്ങളും ഊഹാവങ്ങളും അല്ലേ. കോൺഗ്രസിന്റെയും UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് നല്ല കാര്യം അവർ ചെയ്യട്ടെ. കാരണം അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണമാണല്ലോ ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. നടക്കട്ടെ.